أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. اقترب للناس حسابهم وهم في غفلة معرضون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തു അംബിയായിലെ ഒന്നാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അത് പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. يقترب للناس حسابهم وهم في غفلة معرضون. يقترب للناس حسابهم وهم في غفلة معرضون. വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അവിടെയാണ് ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവിടെയാണ് നമ്മൾ നന്നായി മണിച്ച് ഓതേണ്ടത്. ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇനി നമുക്കതിൻ്റെ വാക്കർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം ഇൻഷാ അല്ലാഹ്. ഇഖ്തറബ ആസന്നമായി, ലിന്നാസി മനുഷ്യർക്ക്. അപ്പോൾ ഇഖ്തറബ ലിന്നാസി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ആസന്നമായി. ഹിസാബുഹും അവരുടെ വിചാരണ ആസന്നമായി. മനുഷ്യർക്ക് അവരുടെ വിചാരണ ആസന്നമായി. വഹും എന്നാൽ അവരാകട്ടെ ഫീ ഗഫ്ലത്തിൻ അശ്രദ്ധയിലായിക്കൊണ്ട് മുഅ്രിദൂൻ തിരിഞ്ഞു കളയുന്നവരാകുന്നു. ഇഖ്തറബ ആസന്നമായി, ലിന്നാസി മനുഷ്യർക്ക്, ഹിസാബുഹും ഹിസാബ് പറഞ്ഞാൽ വിചാരണ, ഹിസാബുഹും എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരണ. വഹും എന്നാൽ അവരാകട്ടെ ഫി ഗഫ്ലത്തിൻ അശ്രദ്ധയിലായിക്കൊണ്ട്, മുഅ്രിദൂൻ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളയുന്നവരാകുന്നു. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നവരാകുന്നു. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞു കളയുന്നവരാകുന്നു. അമാനി മൗലവിയുടെ തഫ്സീറിൽ ഇതിൻ്റെ വിശദീകരണമായിട്ട് വന്നിട്ടുള്ളത്, മനുഷ്യൻ അവൻ്റെ ആയുഷ്കാലത്തിൽ, അവൻ്റെ ആയുസ്സിൽ ചെയ്തു പോയിട്ടുള്ള സകല കൃത്യങ്ങളെക്കുറിച്ചും സകല പ്രവർത്തനങ്ങളെക്കുറിച്ചും സവിസ്തരം, അതായത് വ്യക്തമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് അധികമൊന്നും വിദൂരമല്ല. എപ്പോഴാണത് സംഭവിക്കുക എന്നത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയുമില്ല. ലോകസൃഷ്ടാവും സകല രഹസ്യങ്ങളും അറിയുന്നവനുമായ അള്ളാഹുവായിരിക്കും അന്ന് വിചാരണ നടത്തുന്നതും വിധി കൽപ്പിക്കുന്നതും. ഈ വിചാരണ ഫലത്തെ ആശ്രയിച്ചായിരിക്കും മനുഷ്യൻ്റെ കാലാകാല സുഖദുഃഖങ്ങൾ കണക്കാക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി തുർമുദി റഹ്മഹുല്ലാ നിവേദനം ചെയ്യുന്നുണ്ട്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹു. ഏതൊരടിയാനോടും തന്നെ ഖിയാമത്തു നാളിൽ അവൻ്റെ ആയുഷ്കാലം എന്തിൽ ചിലവഴിച്ചു എന്നും, വഅൻ ഇൽമിഹി ഫീമ ഫഅല ബിഹി വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു വഅൻ ജിസ്മിഹി ഫീമ അബ്ലാഹു. അവൻ്റെ അറിവുകൊണ്ട്, വഅൻ ഇൽമിഹി ഫീമ ഫഅല അവൻ്റെ അറിവുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്നും, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു അവൻ്റെ ധനം എവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും, വഫീമ അൻഫഖഹു
അവൻ്റെ ധനം എന്തിൽ ചിലവാക്കിയെന്നും വഅൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, അവൻ്റെ ശരീരം എന്തിൽ വിനിയോഗിച്ചുവെന്നും ചോദിച്ചല്ലാതെ അവൻ്റെ കാലുകൾ വിചാരണാ നിലയത്തിൽ നിന്ന് നീങ്ങുന്നതല്ല, അതായത് വിചാരണയിൽ നിന്ന് നീങ്ങുന്നതല്ല. അപ്പോൾ ഖിയാമത്തു നാളിൽ അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അവൻ്റെ ആയുഷ്കാലത്തെക്കുറിച്ചാണ്. എന്തിൽ ചിലവഴിച്ചു എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് അവൻ്റെ അറിവിനെക്കുറിച്ചാണ്. ആ അറിവ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, അള്ളാഹു അവൻ ഔദാര്യമായി നൽകിയിട്ടുള്ള അവൻ്റെ ധനത്തെക്കുറിച്ചാണ്. ആ ധനം എവിടെ നിന്ന് സമ്പാദിച്ചു, അതിൽ നിർത്തുന്നില്ല, ആ ധനം എന്തിൽ ചിലവഴിച്ചു എന്നുള്ളതും. മറ്റൊന്ന് വഅൻ ജിസ്മിഹി, അവൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. ആ ശരീരം എന്തിലാണ് വിനിയോഗിച്ചത് എന്നും ചോദിച്ചിട്ടല്ലാതെ അവൻ്റെ കാലുകൾ മുന്നോട്ട് നടക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ കാലുകൾ മുന്നോട്ട് വയ്ക്കുവാൻ, മുന്നോട്ട് നീക്കുവാൻ അവന് സാധിക്കുകയില്ല എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇനി മറ്റൊരു ഹദീസിൻ്റെ സാരം ഇപ്രകാരമാണ്: നിങ്ങളിൽ ഒരാളോടും തന്നെ അള്ളാഹു സംസാരിക്കാതിരിക്കുകയില്ല, അവനും അള്ളാഹുവിനുമിടയിൽ യാതൊരു മധ്യഭാഷകനും ഉണ്ടായിരിക്കുകയില്ല. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, തർജ്ജമ ചെയ്യുന്ന ഒരാളും തന്നെ അള്ളാഹുവിനും മനുഷ്യർക്കുമിടയിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അവൻ വലത്തോട്ട് നോക്കും, വലതുഭാഗത്തേക്ക് നോക്കും. താൻ മുമ്പ് ചെയ്തു വെച്ച കർമ്മങ്ങളല്ലാതെ അവന് കാണുവാൻ കഴിയുകയില്ല. ഇടത്തോട്ടും നോക്കും, അപ്പോഴും മുമ്പ് ചെയ്ത കർമ്മങ്ങളല്ലാതെ അവന് കാണുവാൻ കഴിയുകയില്ല. മുമ്പോട്ട് നോക്കും, അപ്പോൾ മുഖത്തിനു നേരെ നരകമല്ലാതെ കാണുകയില്ല. എന്നിട്ട് അള്ളാഹു ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരികയാണ്. അതുകൊണ്ട് ഒരു കാരക്കപ്പൊളി കൊണ്ടെങ്കിലും, ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും, ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും കഴിവുപോലെ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് ഈ പറഞ്ഞത്. ഇത്രയും ഗൗരവമേറിയ ഈ ദിവസത്തെ നേരിടേണ്ടതുണ്ട് എന്ന ബോധമില്ലാതെ, അല്ലെങ്കിൽ അതിലൊന്നും വിശ്വസിക്കാതെ അവഗണിച്ച് കളയുന്നത് എത്രമാത്രം ഗൗരവതരമാണ്, എത്രമാത്രം ഭയങ്കരമായ സംഗതിയാണ് എന്നാണ് ഹദീസിൽ പ്രസ്താവിച്ച ഈ വിചാരണ മരണാനന്തരം പരലോകത്ത് വെച്ച് എല്ലാവരും നേരിടേണ്ടി വരും. ആ മഹാസംഭവത്തെക്കുറിച്ച് തന്നെയാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ഈ ആയത്തിൽ പ്രസ്താവിച്ച വിചാരണ കൊണ്ട് ഉദ്ദേശ്യം, ചില മഹാന്മാരായ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞതുപോലെ മറ്റൊരു വിചാരണ ആയിരിക്കുന്നതും വിരോധമില്ല. അതായത് സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കുമിടയിലുള്ള ഖണ്ഡിതമായ തീർച്ചപ്പെടുത്തിയ ഒരു തീരുമാനം അടുത്തു തന്നെ ഈ വചനം അവതരിപ്പിച്ചതു മുതൽ വിദൂരമല്ലാത്ത ഒരു സമയത്തു തന്നെ ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. ഈ സൂറത്തിൻ്റെ അന്ത്യത്തിലും മധ്യത്തിലുമൊക്കെ ഉള്ളതുപോലെ ആരംഭത്തിലും അതിനെക്കുറിച്ചുള്ള ഒരു താക്കീതായിരിക്കാം ഈ ഒന്നാമത്തെ വചനം. അതെ, ആ വിചാരണയുടെ അവസരം അടുത്തു തന്നെ സംഭവിക്കുകയും ചെയ്തു. ഈ സൂറത്ത് അവതരിപ്പിച്ചതു മുതൽ അധികം താമസിയാതെ മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി. അതോടെ സത്യപ്രബോധനത്തിൻ്റെ വിജയവും പുരോഗതിയും യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതോടൊപ്പം സത്യനിഷേധികളുടെ പരാജയവും അവരുടെ അധോഗതിയും ആരംഭിച്ചു. ഏറെ താമസിയാതെ തന്നെ അത് പരിപൂർണമാവുകയും ചെയ്തു. മക്കീ കാലഘട്ടത്തിൻ്റെ അന്ത്യാവസരങ്ങളിലാണ് ഈ സൂറത്ത് അവതരിച്ചതെന്ന വസ്തുത ഇവിടെ സ്മരണീയമാകുന്നു. എന്തായാലും നമ്മൾ ഇന്ന് ഓതിവെച്ച ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നതിൻ്റെ ഏകദേശ ആശയം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, അവരാകട്ടെ അശ്രദ്ധയിലായും കൊണ്ട് തിരിഞ്ഞുകളയുന്നവരാകുന്നു.
അപ്പോൾ അശ്രദ്ധ എന്നുള്ളത് ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാൻ വിശ്വാസികളായ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ തിന്മകൾ ചെയ്യുമ്പോഴും ഓരോ നന്മകൾ ചെയ്യുമ്പോഴും എൻ്റെ വലത് കൈയിൽ ലഭിക്കുന്ന ഗ്രന്ഥത്തിൽ നന്മകളും എൻ്റെ ഇടത് കൈയിൽ ലഭിക്കുന്ന ഗ്രന്ഥത്തിൽ തിന്മകളും ഉണ്ടാകുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഹിസാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിചാരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും നമ്മോട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ചോദിക്കുന്ന അവസരങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് യഥാർത്ഥ രൂപത്തിൽ മറുപടി പറഞ്ഞ് റബ്ബിൻ്റെ സ്വർഗം കരഗതമാക്കുവാൻ നാം പരമാവധി ഈയുള്ള ജീവിതത്തിൽ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ വിചാരണയെ അവൻ എളുപ്പമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.